ഇത്തവണയും ക്ലാസ് ടെസ്റ്റ് തോറ്റു അല്ലേ? ഞാൻ പഠിക്കാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ടിരുന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ സാറുണ്ടല്ലോ, സാറിന് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് മാത്രമേ മാർക്ക് കൊടുക്കൂ. അതാ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. പിന്നെ ഒരുപാട് മാർക്ക് കിട്ടിയെന്ന് പറയുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ കോപ്പി അടിച്ചിട്ടാ, തുണ്ട് വെച്ചിട്ടും കൈയുടെ അടിയിൽ എഴുതി വെച്ചിട്ടും ഒക്കെ. ഞാൻ കോപ്പി അടിക്കാറില്ല, എനിക്ക് എഴുതിയിട്ട് കിട്ടുന്നത് മതി. സാറ് ഞാൻ ശരിയായിട്ട് എഴുതിയ പലതിനും മാർക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെയാ തോറ്റുപോയത്, അല്ലാണ്ട് ഞാൻ പഠിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഇതിന് സൈക്കോളജിയില് സഹാനുഭൂതി പ്രേരണം എന്നാണ് പറയാ. മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടിയെടുത്ത് തന്റെ പോരായ്മകൾ മറച്ചു വെക്കുക, അല്ലെങ്കിൽ തന്റെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. ഇവിടെ കുട്ടി പരീക്ഷയിൽ തോറ്റത് അവൻ പഠിക്കാഞ്ഞിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ അധ്യാപകന്മാർക്ക് തരാഞ്ഞിട്ടാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടിയിട്ട് തന്റെ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സൈക്കോളജിയിലെ ഏതുതരം ഡിഫൻസ് മെക്കാനിസമാണ്, ഏതുതരം സമായോജന തന്ത്രമാണ്? സഹാനുഭൂതി പ്രേരണം. താങ്ക് യു.